ഹരേ കൃഷ്ണ. എല്ലാവർക്കും വരൂധിനി ഏകാദശി ആശംസകൾ. അപ്പോൾ ഒരു കഥ കേട്ടാലോ? ഒരിക്കൽ ഭഗവാൻ ദ്വാരകയിൽ അതിമനോഹരമായ അന്തപുരത്തിൽ വിശ്രമിക്കുകയായിരുന്നു. രുക്മിണി ദേവി വേഞ്ചാമരമെടുത്ത് വീശിക്കൊണ്ടിരുന്നു. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ ഗുണങ്ങളെ കൊണ്ടും സുപ്രസിദ്ധരായ അനേകം രാജാക്കന്മാർ ദേവിയെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ചു. ബന്ധുക്കൾ അതിനായി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ശക്തന്മാരായ രാജാക്കന്മാരോട് വൈരത്തിന് പോയി അവരെ പേടിച്ച് സമുദ്രത്തിൽ അഭയം പ്രാപിച്ച രാജ്യാവകാശം പോലുമില്ലാത്ത എന്നെ ഭവതി എന്തിനു വരിച്ചു? ഭഗവാൻ ചോദിച്ചു. ഞാൻ ഒരിക്കലും ഭവതിക്ക് യോജിച്ചവനല്ല. ആചാരമോ ലോകരീതിയോ ഇല്ലാത്തവരെ അനുസരിച്ചാൽ ക്ലേശിക്കും. ഞങ്ങൾ ഒന്നും ഇല്ലാത്തവരാണ്. സമന്മാർക്ക് വിവാഹം യോജിക്കുകയുള്ളൂ. ഇതൊന്നും ആലോചിക്കാതെ ചിലർ പറയുന്നത് കേട്ട് ഭവതി എന്നെ വരിച്ചു. ഇനിയെങ്കിലും തനിക്ക് യോജിച്ച ഒരു വരനെ വരിക്കൂ. എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. എന്നെ എന്തിനു തട്ടിക്കൊണ്ടുവന്നു എന്നാണെങ്കിൽ പറയാം. എന്നെ ദേഷിക്കുന്നവരുടെ അഹങ്കാരം ഇല്ലാതാക്കുവാനാണ്, അല്ലാതെ ഭവതിയിലുള്ള ആഗ്രഹം കൊണ്ടല്ല. എന്തെന്നാൽ ഞങ്ങൾ ഒരാഗ്രഹവും ഇല്ലാത്തവരാണ്. ഈ അപ്രിയ വാക്യം കേട്ട് ദേവി വിങ്ങി വിങ്ങി കരയുവാൻ തുടങ്ങി. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുവാനോ ഒരക്ഷരമെങ്കിലും ഉച്ചരിക്കുവാനോ കഴിഞ്ഞില്ല. മാത്രമല്ല ചാമരം കയ്യിൽ നിന്ന് വീണു. മോഹാലസ്യപ്പെട്ട് ദേവി വീണു. തൻ്റെ കളിവാക്കുകൾ തെറ്റിദ്ധരിച്ച ദേവിയെ കണ്ട് ഭഗവാൻ കാരുണ്യം വളർന്നു. വേഗത്തിൽ എഴുന്നേറ്റ് ദേവിയെ തലോടി കണ്ണുനീർ തുടച്ചു ആലിംഗനം ചെയ്തു. പിന്നീട് ദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, ഞാൻ നേരം പോക്കായി പറഞ്ഞതാണ്, തെറ്റിദ്ധരിക്കരുത്. നിന്റെ പ്രണയകോപം കാണുവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട് രുക്മിണി ചിരിച്ചുകൊണ്ട് ലജ്ജയോടെ പറഞ്ഞു, നമുക്ക് തമ്മിൽ സാമ്യമില്ലെന്ന് പറഞ്ഞത് വാസ്തവമാണ്. അവിടുന്ന് സർവനിയന്താവാണ്, ഞാനോ വെറും പ്രാകൃത. അവിടുത്തെ സേവിക്കുന്നവർ രാജസിംഹാസനം ദൂരെ വലിച്ചെറിയുന്നു. അങ്ങനെയുള്ളവർക്ക് രാജ്യം എന്തിനെ? സർവാത്മകനായ അവിടുന്ന് തന്നെയാണ് എല്ലാം. ഇങ്ങനെയുള്ള അവിടുത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വരിച്ചത്. എനിക്ക് ജന്മങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അവിടുത്തെ ആശ്രയിക്കുവാൻ സംഗതി വരേണമേ. ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു, ഇത് കേൾക്കുവാൻ വേണ്ടി തന്നെയാണ് ഞാൻ നേരം പോക്ക് പറഞ്ഞത്. നീ എല്ലാം ഉപേക്ഷിച്ച് എന്നെ ആശ്രയിച്ചു. ഇങ്ങനെ പല നേരം പോക്കുകളും പറഞ്ഞ് ഭഗവാൻ രുക്മിണിയെ സന്തോഷിപ്പിച്ചു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം.